എല്ലാ കൂട്ടുകാരെയും എഡ്യൂഫേസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2024 ഡിസംബർ 13 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാ ദിവസവും ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക, പഠിക്കുക. അതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സുകളുടെ PDF ആവശ്യമുള്ളവർ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ ജോയിൻ കറണ്ട് അഫയേഴ്സ് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9778027141 എന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. പരീക്ഷകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനായ ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളതാണ്. ഡി ഗുകേഷ് ആണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഇന്ത്യൻ ചെസ് താരമാണ് ഡി ഗുകേഷ്. അപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേര് പഠിച്ചു വെക്കുക: ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ള ഇന്ത്യക്കാരനാണ് ഡി ഗുകേഷ്. പരാജയപ്പെടുത്തിയത് ആരെയാണ്? നിലവിലെ ചാമ്പ്യനായിട്ടുള്ള ഡിങ് ലിറനെയാണ് പരാജയപ്പെടുത്തിയത്. ചൈനീസ് ചെസ് താരമാണ് ഡിങ് ലിറൻ. അപ്പം ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായിട്ടുള്ളത്. റണ്ണറപ്പുടെ പേര് പഠിച്ചു വെക്കുക. റണ്ണറപ്പ് ആരാണ്? ഡിങ് ലിറൻ. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ്. അപ്പോൾ ഡി ഗുകേഷ് ഇതോടുകൂടെ ഒരു വലിയ റെക്കോർഡാണ് നേടിയിരിക്കുന്നത്. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയത് ഡി ഗുകേഷ് ആണ്. 22-ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിൻ്റെ റെക്കോർഡാണ് ഡി ഗുകേഷ് മറികടന്നത്. അപ്പോൾ ഇതുവരെ ഈ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലോക ചെസ് ചാമ്പ്യനാകുക എന്ന റെക്കോർഡ് ഉണ്ടായിരുന്നത് റഷ്യൻ ചെസ് താരമായിരുന്ന ഗാരി കാസ്പറോവിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ ഗാരി കാസ്പറോവിൻ്റെ പേരിലുള്ള റെക്കോർഡാണ് ഡി ഗുകേഷ് മറികടന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ബഹുമതി ഗാരി കാസ്പറോവ് നേടുമ്പോൾ 22 വയസ്സായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡി ഗുകേഷിന് 18 വയസ്സാണുള്ളത്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? സിംഗപ്പൂരാണ്. 2024 നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത്. ഇത് നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണ്. ജോയ് ബംഗ്ല ഇനി മുതൽ ബംഗ്ലാദേശിൻ്റെ ദേശീയ മുദ്രാവാക്യമല്ല എന്നതാണ്. അപ്പോൾ ദേശീയ മുദ്രാവാക്യമായിട്ടുള്ള ഏത് മുദ്രാവാക്യമാണ് ബംഗ്ലാദേശ് ഒഴിവാക്കിയതെന്ന് ചോദിച്ചാൽ ജോയ് ബംഗ്ല എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ജോയ് ബംഗ്ല എന്ന് പറയുന്ന മുദ്രാവാക്യം ഇനി മുതൽ ബംഗ്ലാദേശിൻ്റെ ദേശീയ മുദ്രാവാക്യം ആയിരിക്കില്ല എന്നതാണ്. ബംഗ്ലാദേശ് സുപ്രീം കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജോയ് ബംഗ്ല മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ് ജോയ് ബംഗ്ല മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇത്രയും കാലം ബംഗ്ലാദേശിൻ്റെ ദേശീയ മുദ്രാവാക്യമായിരുന്നത്. അത് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ബംഗ്ലാദേശ് കറൻസിയിൽ നിന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രം നീക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ബംഗ്ലാദേശിലുള്ള ഒരു ഇടക്കാല സർക്കാരാണ് ഇപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കുറേ മാറ്റങ്ങളെ തുടർന്നാണ് ഈ മുദ്രാവാക്യത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെയൊക്കെ ചിത്രങ്ങൾ കറൻസിയിൽ നിന്ന് മാറ്റിയത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കാരണമായിട്ടുള്ളത്. ബംഗ്ലാദേശിൻ്റെ കറൻസി ഏതാണ്? ടാക്കയാണ്. ബംഗ്ലാദേശിൻ്റെ ടാക്ക എന്ന കറൻസിയിൽ നിന്നാണ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ചിത്രം നീക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനിലേക്ക് പോകരുത്. തലസ്ഥാനം ധാക്കയാണ്, കറൻസി ടാക്കയാണ്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ആരാണ്? ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. ഇനി അടുത്ത പോയിന്റ് ഇതാണ്: IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് തുടക്കമായി എന്ന് പറയുന്നൊരു വാർത്തയാണ്. തുടക്കമായത് എവിടെയാണ്? വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഇപ്പോൾ സ്ഥിരം വേദിയാണ് തിരുവനന്തപുരം. അപ്പോൾ IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് തുടക്കമായിരിക്കുന്നു. വേദി എവിടെയാണ്? തിരുവനന്തപുരം. ഈ IFFK സംഘടിപ്പിക്കുന്ന ആരാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് IFFK സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ പദവി വഹിക്കുന്നവരാണ് നടൻ പ്രേംകുമാറാണ്. ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാൻ പദവി വഹിക്കുന്നത് നടൻ പ്രേംകുമാറാണ്. നേരത്തെ ഇതാരായിരുന്നു? സംവിധായകൻ രഞ്ജിത്ത് ആയിരുന്നു. രാജിവെച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത്.
സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കുറേ ആരോപണങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. അപ്പോൾ രാജിവെച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് നിലവിൽ അതിൻ്റെ അധിക ചുമതല വഹിക്കുന്നത് നടൻ പ്രേംകുമാറാണ്. ഇനി അടുത്ത പോയിന്റ് ഇതാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം എന്ന് പറയുന്നതാണ്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. അപ്പോൾ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കേന്ദ്ര മന്ത്രിസഭ അതിന് അംഗീകാരം നൽകി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് നമുക്ക് പറയാനുള്ളത്. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയതാരാണ്? ഡോക്ടർ തോമസ് മാത്യു ആണ്. രത്തൻ ടാറ്റയെക്കുറിച്ച് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു ആണ്. അപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ വ്യവസായത്തിൻ്റെ മുഖമായിരുന്ന രത്തൻ ടാറ്റ അന്തരിക്കുകയുണ്ടായി. അപ്പോൾ രത്തൻ ടാറ്റ എ ലൈഫ് എന്ന് പറയുന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു. മുൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഡോക്ടർ തോമസ് മാത്യു. മുൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഡോക്ടർ തോമസ് മാത്യു എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി ആറാമത്തെ പോയിന്റ് ഇതാണ്. ജെമിനി 2.0 അവതരിപ്പിച്ച കമ്പനി ഏതാണ്? ഗൂഗിളാണ്. ഒരുപക്ഷെ നിങ്ങൾ പലരും ജെമിനി ഉപയോഗിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ജെമിനി 2.0 അവതരിപ്പിച്ച കമ്പനിയാണ് ഗൂഗിൾ. ഗൂഗിളിൻ്റെ CEO ആരാണ്? ഇന്ത്യൻ വംശജനായിട്ടുള്ള സുന്ദർ പിച്ചയാണ്. ഇന്ത്യൻ വംശജനായിട്ടുള്ള സുന്ദർ പിച്ചയാണ് ഗൂഗിളിൻ്റെ CEO എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കണം. AI ഏജൻ്റായി പ്രവർത്തിക്കാൻ ജെമിനി 2.0യ്ക്ക് കഴിയുമെന്ന് ഗൂഗിൾ അവകാശപ്പെടുകയാണ്. അപ്പോൾ AI ഏജൻ്റായിട്ട് ഒരു അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ടൂൾ എന്നതിലുപരിയായിട്ട് AI ഏജൻ്റായി പ്രവർത്തിക്കാൻ ജെമിനി 2.0യ്ക്ക് കഴിയും എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ AI ഏജൻ്റ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഉപയോക്താവിൻ്റെ പരിസരം മനസ്സിലാക്കി പ്രവർത്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയുന്ന AI സംവിധാനമാണ് AI ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപയോക്താവിൻ്റെ പരിസരമൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയുന്ന AI സംവിധാനമാണ് AI ഏജൻറ്റ്. നിലവിൽ ഇത് സാങ്കേതിക വിദഗ്ധർക്കൊക്കെ വേണ്ടിയിട്ടും പ്രോഗ്രാമർമാർക്ക് വേണ്ടിയിട്ടും മാത്രമാണ് ലഭ്യമാക്കിയിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറ്റുമെന്നാണ് ഗൂഗിൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. 2025 ലോക AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ഫ്രാൻസാണ്. 2025 ലോക AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസാണ്. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും വരും പരീക്ഷകളിലൊക്കെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? ഡൊണാൾഡ് ട്രംപിനെയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെയാണ് ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പും ഡൊണാൾഡ് ട്രംപിനെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. 2016 2016 ട്രംപ് ആദ്യം US പ്രസിഡൻ്റ് ആകുന്ന സമയത്ത് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2020 കമല ഹാരിസിനെയും ജോ ബൈഡനെയും അവർ രണ്ടുപേരും ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡൻറ്റും കമല ഹാരിസ് വൈസ് പ്രസിഡൻറ്റുമായ സമയത്ത് ഇരുവരെയും പേഴ്സൺസ് ഓഫ് ദി ഇയർ ആയിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഡെയിലി കറണ്ട് അഫയേഴ്സിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. PDF നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.